ഹായ് ഫ്രണ്ട്സ്, സാൻട്രം വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. നമ്മൾ പച്ചമുളക് കൃഷി ചെയ്യുന്നവർക്ക് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാണിന്ന് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സാധാരണ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പച്ചമുളക് തൈ അങ്ങോട്ട് പറിച്ച് നട്ട് കഴിയുമ്പോൾ തന്നെ അതിന്റെ സ്കിന്ന് ഏറ്റവും മണ്ണിനോട് ചേർന്നിരിക്കുന്ന സ്കിന്ന് തന്നെ ഏതോ ഒരു ജീവി വന്ന് കാർന്ന് തിന്നുന്നു. അവിടെ വെച്ച് അതിന്റെ ആരോഗ്യം ക്ഷയിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അത് അവിടെ നിന്ന് തന്നെ വളരും. പക്ഷെ കായൊക്കെ ആയി കഴിയുമ്പോൾ അവിടെ നിന്ന് ഒടിഞ്ഞു പോകും. ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ നശിച്ചു പോകും. വഴുതനയ്ക്ക് ഇതേ പ്രശ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് പലതരത്തിലുള്ള പച്ചമുളക് കൊല്ലകളാണ് കേട്ടാ. അപ്പൊ ഇതിലാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. ഈ ചെടി ഇപ്പൊ ഇത്രയായി. കുറച്ചും കൂടെ മുമ്പേ നമ്മൾ ഇത് ചെയ്യേണ്ടതായിരുന്നു. കുഴപ്പമില്ല, നമ്മുടെ ചെടിക്കൊന്നും ഇതുവരെ പ്രശ്നമൊന്നും ഇല്ല. ഇത് കണ്ടോ, ഒരു ചെടിച്ചട്ടിക്കകത്ത് നമ്മൾ 2 പച്ചമുളകാണ് നട്ടിട്ടുള്ളത്. ഏകദേശം ഒരു 10 ഇല പരുവമാകുമ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ മണ്ട നുള്ളി വിടും. ഇത് പച്ചമുളക് കൃഷി എത്ര ചെയ്തിട്ടും അറിയാൻ പറ്റുന്നില്ല, കൃഷി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഒരു ടിപ്പാണ്. നമ്മൾ ഈ ചട്ടിക്കകത്താണ് ഇത് നട്ടിരിക്കുന്നത്. പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും കുറച്ച് കരിയില പൊടിച്ചതും മണ്ണും ഒക്കെ മിക്സ് ചെയ്താണ് നമ്മളിത് നട്ടിട്ടുള്ളത്. ഈ ചെടി ഇപ്പൊ ഇത്രയായിട്ടുണ്ട്. 10 ഇല ആയപ്പോൾ തന്നെ ഇതിന്റെ മണ്ട നുള്ളി കൊടുത്തു. മണ്ട നുള്ളി കൊടുത്തപ്പോൾ തന്നെ ഇതിന്റെ ധാരാളം ശിഖരങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വരുന്ന കണ്ടോ. ഇതിന്റെ ഒരു ഫുൾ റിസൾട്ട് കാണിക്കാം. കണ്ടോ, ഇത് ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നിറച്ച് പൂത്ത് നിറച്ച് കായ്കളാകും. ചില ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, നിറച്ച് ഇലയൊക്കെ വന്ന് തഴച്ചു വളർന്ന് നിൽക്കുന്നു, കായ്കൾ കുറവാണെന്ന്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാനൊരു ടിപ്പ് പറയാം. ഈ താഴേന്നേയുള്ള ഇലകള് എല്ലാം കൂടെ അല്ല, വളരെ കുറച്ച് അവിടുന്ന് ഇവിടുന്നും ഒക്കെ കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് സൂര്യപ്രകാശമൊക്കെ ചെടിയിൽ നന്നായിട്ട് തട്ടിയിട്ട് ചെടിക്ക് പൂക്കുന്നതിനുള്ള ടെൻഡൻസിയും അതുപോലെ പെട്ടെന്ന് പൂക്കുകയും ഒരുപാട് കായ്കൾ തരികയും ചെയ്യും. ഒരുപാട് ഇല അങ്ങ് തിങ്ങി നിറഞ്ഞാൽ തന്നെ പൂക്കൾ കുറവായിരിക്കും, കായ്കളും കുറവായിരിക്കും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ പ്രശ്നം വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ ചെടിയുടെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം തൊട്ടാണ് കീടാക്രമണം വരിക. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ മണ്ണിൽ കൂടെയുള്ള കീടമാണോ, പറന്നു വരുന്നിരുന്ന തിന്നുന്ന കീടമാണോ എന്ന് ഇതുവരെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ അതെന്റെ ഈ ഭാഗം കണ്ടോ, ഇവിടം തൊട്ട് എൻ്റെ ഏകദേശം ഒരു ഇത്രയും ഭാഗം മിക്ക ചെടികളുടെയും സ്കിന്ന് തിന്ന് 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 അതിന്റെ അകത്തുള്ള ആ തണ്ട് മാത്രം, അതിന്റെ അകത്തുള്ള ഹാർഡായിട്ടുള്ള തണ്ട് മാത്രം നിൽക്കും. ബാക്കി മുകളിലോട്ട് കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഭാഗമായിരിക്കും അതിന്റെ സ്കിന്ന് നിന്ന് അതിന് ഡാമേജ് വരുത്തുന്നത്. ചില ചെടികൾ അങ്ങനെ തന്നെ നിൽക്കും. കുറച്ച് വലുതായി കഴിയുമ്പോൾ അവിടെ വെച്ച് അതിന്റെ ഭാരം കാരണം അവിടെ വെച്ച് ഒടിഞ്ഞു പോകും. ചിലതിന് ഒരു മുരടിച്ച പോലെ അങ്ങ് നിൽക്കും. നമ്മൾ വിഴുത് മാറ്റി കളയേണ്ടി വരും. അങ്ങനെ നമുക്ക് നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ, നമ്മൾ അങ്ങ് മുകളിൽ വരെ ഗ്രോ ബാഗിലാണേലും ചട്ടിയിലാണേലും മണ്ണ് നിറച്ചല്ലല്ലോ നടുന്നത്. അപ്പൊ മുകളിലോട്ട് എവിടെ വരെയാണോ സ്കിന്ന് തിന്നിട്ടുള്ളത് അവിടെ വരെ മണ്ണിട്ട് നമ്മളങ്ങ് നിരപ്പാക്കും. പിന്നെ അവിടുന്ന് വേര് പിടിച്ച് ചെടി അങ്ങ് രക്ഷപ്പെട്ട് ഉള്ള കാര്യവുമുണ്ട്. എന്നാൽ ഇപ്പൊ നമ്മൾ അതിന് പകരം ഒരു ടിപ്പാണ് പരീക്ഷിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് നാട്ടിൻപുറത്ത് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഓമത്തണ്ട്, അല്ലെ പപ്പായ തണ്ട്, കപ്പയ്ക്ക തണ്ട് എന്നൊക്കെ പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടും. ഇതിന്റെ ഉൾവശം തേണ്ട വട്ടത്തിൽ ഇങ്ങനെ പൊള്ളയായിട്ടിരിക്കുന്നതാ കണ്ടോ. ഇതും കൊണ്ടാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ, നാട്ടിൻപുറത്തല്ല പുറത്ത് ഫ്ലാറ്റുകളിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനുള്ള പ്രതിവിധിയും പറഞ്ഞു തരാം. ഇനിയിപ്പോ ഇതെങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മൾ ഇതിന്റെ ഏറ്റവും താഴെയുള്ള ഇലകളങ്ങ് നുള്ളി മാറ്റുവാണ്. ഈ ചെടിയുടെ ഇത്രയും തണ്ട് കാണുന്ന ഭാഗത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട്. അതിന്റെ ഏകദേശം ഞാൻ തന്നെ ഇത്രയും വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തു. അതിനുശേഷം ഇതിന്റെ ഒരു ഭാഗം ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കീറി കൊടുത്തു കണ്ടോ. എന്നിട്ട് ഇതിനകത്താക്കി, എന്നിട്ട് ചെറുതായിട്ട്, ഒത്തിരി അങ്ങ് താഴ്ത്തല്ല, വളരെ ലൈറ്റായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കണം. മണ്ണിൽ ഉറച്ചിരിക്കുന്ന ആ രീതിയിൽ മാത്രം. ഒത്തിരി താഴ്ത്തുവാണെങ്കിൽ വേരിന് പ്രശ്നം വരും. ഇത്രയും. ഇതിപ്പോ നമ്മൾ വെച്ചപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്ന് കണ്ടോ. അതിന്റെ കാരണം ഞാൻ എടുത്തിരിക്കുന്ന തണ്ട് കുറച്ച് മൂത്ത് പോയതാണ്. കുറച്ച് ഇളം തണ്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പ് വരത്തില്ല. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ കൂടെയും കീടങ്ങളകത്ത് കയറാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുവാണേ. ഇത് കെട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇതിപ്പോൾ അടുത്തിരിക്കുക, ഇവിടെ ഗ്യാപ്പൊന്നുമില്ല. ഇനി ഈ ഗ്യാപ്പിൽ കൂടെ കീടങ്ങൾ കയറുമെന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട. ഇതും ഞാൻ തന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അളവനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്.
എന്നിട്ട് ഇതിന് ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, വരഞ്ഞപ്പോൾ തന്നെ അങ്ങനെ അങ്ങ് വിട്ടുപോയില്ല. നമുക്ക് ഇച്ചിരി കട്ടി കൂടുതലുള്ളതാകുമ്പോഴേ ഇച്ചിരി ഗ്യാപ്പ് വരുന്നത്. അടുത്തത് നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് താത്ത് കൊടുത്തു. ഇതേ കണ്ടോ, ഇത് നമ്മൾ വെച്ച് കൊടുത്തു. എന്തായാലും ഇത് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചരട് വെച്ച് ഇതിനെ അങ്ങ് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പപ്പായയുടെ തണ്ട് കിട്ടാത്തവർക്ക് നമ്മൾ സ്ട്രോ ഉണ്ടല്ലോ, വെള്ളം കുടിക്കുന്നതിനും ഒക്കെ ജ്യൂസൊക്കെ കുടിക്കുന്ന ടൈപ്പിലുള്ള സ്ട്രോയെ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് ആ കീടങ്ങളുടെ ശല്യം കാരണം ചെടി നശിച്ചു പോകാതെ നിങ്ങൾക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റുവേ. ഞാൻ എന്തായാലും ബാക്കി എല്ലാ ചെടികൾക്കും ഇതൊന്ന് ചെയ്യാൻ പോവാണ്. ഇത് പല ആളുകളും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ അനുഭവം കമന്റ് ഇടുക. അപ്പൊ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ സെൻട്രൽ ഓൺലൈൻ സ്റ്റോറിൽ 25-ലധികം ഇനം പച്ചമുളകിന്റെ തന്നെ വിത്തുകൾ ലഭ്യമാണ്. അതുപോലെ എല്ലാ തരം പച്ചക്കറികളും 250-ലധികം ഇനം വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറി വിത്തുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കയറി മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.